എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി വെച്ച് മടക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഈ ഒരു ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലൊക്കെ വരുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ ഒരു 600 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലില്ലാത്ത മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അധികം പുളിയില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ആദ്യം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈരും അതുപോലെ ലെമൺ ജ്യൂസും ഉപ്പും ഇവിടെ എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. നോർമൽ മുളക് പൊടി നമുക്ക് പിന്നീട് ചേർക്കാം. ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. അത് 1.5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടറും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ നിരത്തി വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ബട്ടറിലൊക്കെ അല്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ഇതിൻ്റെ മസാലയും എല്ലാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ടിക്കയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 1.5 സവാളയൊക്കെ എടുക്കാം. അങ്ങനെ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. എന്നാലേ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് വഴന്ന് കിട്ടിയാൽ മാത്രം പോരാ. ആ ഒരു കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ അത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. വലിയൊരു തക്കാളി ഞാനിതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ഒരു തക്കാളിയുടെ ആ ഒരു പച്ച ചുവണ്ടല്ലോ അത് മാറുന്നവരെ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്ന ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാശ്മീരി മുളകാണെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 3/4 ടീസ്പൂണോളം ഞാൻ നോർമൽ ചില്ലി പൗഡർ നോർമൽ മുളക് പൊടിയായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 കപ്പാണ് വെള്ളം ചൂടുള്ള വെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സവാള വഴറ്റിയപ്പോഴൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എത്രത്തോളം ഉപ്പ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കണ്ട, സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. ഇത് എല്ലാം ഒരു ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴൊന്നും നമ്മുടെ ഈ ഒരു കറിയുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും 1-2 കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്യാനുണ്ട്. പിന്നെ എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേവി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഗ്രേവിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിലേറെ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. നല്ല നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് വരുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക്. പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ലാസ്റ്റ് അല്ല, ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് കസൂരി മേത്തി ഒരു ടീസ്പൂണോളം കസൂരി മേത്തി കയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം കേട്ടോ, കയ്യിലിട്ടിട്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇത്രയും ആയാൽ കറിയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു പച്ചമുളകൊന്ന് കീറിയിട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം അടിപൊളിയായി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എപ്പോഴും ഒരുപോലെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് മാറി ചിന്തിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.